സൈത്തെ കാലാവസ്ഥ വളരെ പ്രതികൂലമായി എന്ന് വേണം പറയാൻ. കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ട ആ കാറ്റ്, കുട പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കാറ്റിലും അവസാന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക്. ഇന്ന് ഒരുപക്ഷെ ഇതിനകത്തേക്ക് ഇനി കയറാൻ നമുക്ക് അനുമതി ഉണ്ടായി എന്ന് വരില്ല. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടുത്തെ മഴയും ഇവിടുത്തെ കാറ്റിന്റെ ഒരു അവസ്ഥയും നമുക്കറിയാം. കുട പോലും ഇല്ലാതെ ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഈ ഒരു കുടക്കീഴിൽ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഏതായാലും അത്രത്തോളം ദുർഘടമായ ഒരു സ്ഥലമാണ് ഈ പ്രദേശം. ഇനി ഈ മഴ, ഈ കാറ്റ് എത്ര സമയം നീണ്ടുവെക്കുന്നു പറയാൻ പറ്റില്ല. ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന അത്തരത്തിൽ പൂർത്തിയായിരിക്കുന്നു. ആ ഡ്രോൺ അതിനുശേഷമാണ് വലിയ തോതിലുള്ള മഴ, കാറ്റ്, ശക്തമായ കാറ്റാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ രൂപപ്പെടുന്നത്. കാണാം, നമുക്ക് ഇവിടുന്ന് ചലിക്കാൻ രീതിയിലാണ് നമ്മൾ ഉള്ളത്. അതാണ് എത്ര ദുർഘടമായ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്. ലോറി അസോസിയേഷൻ ഭാരവാഹികളാണ്. അവർ പങ്കുവെക്കുന്നുണ്ട്. ബൈജു അടക്കം അവിടെ നിൽക്കുന്നു. ഒന്ന് നോക്കൂ, ആ മഴ നനഞ്ഞുകൊണ്ട് കണ്ടറിഞ്ഞു കഴിഞ്ഞു. സശക്തമായ മഴയാണ്. മഴയിലും കൂടി തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരും സന്തോഷ് കിട്ടട്ടെ എന്നുള്ളത് നമ്മൾ ആഗ്രഹത്തോട്, നമ്മൾ അർജുൻ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹത്തോട് നമ്മൾ എല്ലാവരും കൂടെ മയത്തുകൂടി കൊണ്ട് നിൽക്കുകയാണ്. എല്ലാവരും ദൈവസഹായം കൊണ്ട് അവർ കിട്ടട്ടെ എന്നുള്ള ആഗ്രഹമാണ് നമ്മളെല്ലാവരുടെയും. ഈ മയത്തുകൂടി നമ്മളെല്ലാ അസോസിയേഷന്റെ ബന്ധുക്കളെല്ലാവരും ഒന്നുകൂടെ നിൽക്കുകയാണ്. മഴയിലും വേണ്ടില്ല, നമ്മൾ എണ്ണുന്നാലും വേണ്ടില്ല, നമുക്ക് അർജുൻ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. മഴയത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാലും നമുക്കിത് ഡേഞ്ചറാണ് ഈ സ്ഥലം. അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത്. എപ്പോഴത് വിടിഞ്ഞു വീണു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അത്രയും കഷ്ടപ്പാടിലാണ് നിൽക്കുന്നത്. എന്നാലും വേണ്ടില്ല, നമുക്ക് അർജുൻ ജീവനോടെ കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ കാത്തിക്കണത്. ദൈവം കാക്കട്ടെ. അതാണ് അത്രത്തോളം അർജുനെ വേണ്ടി സ്നേഹിക്കുന്നവർ, കർണാടകയിലുള്ളവർ, അവരെല്ലാം തന്നെ കാത്തിരിക്കുന്നതാണ് അർജുനെ കാണണം. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവർ ദിവസങ്ങളായി ഇവിടെ ഉള്ളവരാണ്. നമ്മൾ രാവിലെ ഇവരെ സംസാരിച്ചിരുന്നു. വളരെ ദിവസങ്ങളായി ഇത്തരത്തിൽ കർണാടകയിലുള്ള ലോറി ഉടമകളാണ്. അവർക്ക് ഈ ഒരു വലിയ സങ്കടമുണ്ട്. കാരണം അവരും ഇതുപോലെ അവരുടെ ലോറികളും ഇതുപോലെ പല ദൂരങ്ങൾ താണ്ടി യാത്ര ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ള ഒരു അപകടം ആദ്യമായാണ് ഇവർ ഇത്തരത്തിൽ കാണുന്നതെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും വളരെ പ്രതികൂലമായ കാലാവസ്ഥയായിരിക്കുന്നു. വലിയ നിരാശയാണ് നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഏതെങ്കിലും ഒരു സൂചന ഇത്തരത്തിൽ അർജുനെ കുറിച്ച് ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇവിടെ നിന്നുള്ള ഓരോ കൃത്യമായ വിവരങ്ങൾ നൽകാൻ നമ്മളുണ്ടാകും. അർജുനെ കാത്ത് നമ്മളും ഇവിടെ ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തെരച്ചിൽ പ്രവർത്തനത്തിനോ എന്തെങ്കിലും ഒരു തടസ്സമോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാൻ നമ്മളുണ്ടാകും. ഏതായാലും ഈ മഴയിലും നമ്മൾ ഈ മുന്നോട്ട് പോവുകയാണ്. നമ്മൾക്ക് ഇവിടെ അനുമതിയില്ല, പക്ഷേ നമ്മൾ ഈ മഴയായതുകൊണ്ടാണ് ഇവിടെ നിന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകുന്നു. പരമാവധി ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകർക്കായി തിരിച്ചു പോകുമ്പോഴും നമ്മൾ കാണിച്ചുകൊണ്ടേയിരിക്കും. സൈറ്റ് ബൈജു, മനസ്സിലാക്കുന്നു നിങ്ങൾ ഏറ്റെടുക്കുന്ന ദൌത്യം, നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തം, അതിന്റെ പ്രാധാന്യം അത് എത്ര കണ്ട് വലുതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. കാരണം